അതെ, അതിപ്പോ അഖിലാണ്ടേശ്വരി എന്നുള്ള പേര് മാറ്റി ഐശ്വര്യ എന്നാക്കിയാലും മതി. ഐശ്വര്യം വന്നോളും. തൃച്ചംബരത്ത് ഐശ്വര്യ മേഡം എങ്ങനെയുണ്ട്? നിനക്കെന്താണ് ഇവിടെ കാര്യം? ഏത് സമയം നോക്കിയാലും വായി നോക്കി ഇളിച്ചോണ്ട് നിന്നോളും. നിനക്ക് അടുക്കളയിൽ വേറെ ജോലിയൊന്നുമില്ലേ? കേറി പോടിയകത്ത്. നാശൂലം. കല്യാണി നിക്ക്. മാഡം, ആരതി എടുക്കണം. ആനന്ദിനും ദൃഷ്ടി ഒഴിഞ്ഞിടാനാ. നീ പോയി തട്ടത്തിൽ കർപ്പൂരം കൊണ്ടുപോവാ. ശരി മാഡം. വാ മോനെ. മാഡം, കത്തിക്ക്. ഇത് വിളിക്കളഞ്ഞേക്ക്. ശരി മാഡം. വാടി വാ, നിനക്ക് പണി ഞാൻ തരാം. കല്യാണി, കല്യാണി നീ എന്തായി കാണിക്കുന്നേ? കല്യാണി കൈ കൊണ്ട് അടക്കല്ലേ പൊള്ളും. കല്യാണി വേണ്ട. കല്യാണി മാറിയിരിക്കുക. കല്യാണി എന്തൊക്കെയാ കാണിക്കുന്നേ? കൈ പൊള്ളും കല്യാണി. കൈ വെച്ചടച്ച കൈ പൊള്ളും. കല്യാണി പറയുന്നത് കേൾക്ക്. കൈ പൊള്ളും. കല്യാണി വേണ്ട. മാറിയിരിക്കുക. കല്യാണി 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 വേണ്ട. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? കല്യാണി നിർത്ത്. കല്യാണി മാറ്. നീ എന്തായി കാണിക്കുന്നേ? കല്യാണി കൈ പൊള്ളും കല്യാണി. കൈ വെച്ചടച്ച കൈ പൊള്ളും. കല്യാണി പറയുന്നത് കേൾക്ക്. കൈ പൊള്ളും. കല്യാണി കല്യാണി വേണ്ട. വേണ്ട. മാറിയിരിക്കുക. കല്യാണി നിർത്ത്. കല്യാണി കല്യാണി നീ എന്തായി കാണിക്കുന്നേ? പറയുന്നത് കേൾക്ക്. കല്യാണി മാറ്. കൈ പൊള്ളും. കമല വെള്ളം എടുത്തോണ്ട് വാ. കല്യാണി നീ എന്തൊക്കെയാ കാണിക്കുന്നേ? കല്യാണി മാറി നിൽക്കാൻ. കല്യാണി മാറ്. കൈ പൊള്ളും. ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നേ? കല്യാണി കല്യാണി നീ എന്തായി കാണിക്കുന്നേ? കല്യാണി മാറ് കല്യാണി.
കല്യാണി നീ എന്തായി കാണിച്ചത്? ആരെങ്കിലും തീ കൈ കൊണ്ടടയ്ക്കൂ. അത് കൈ കാണിക്കൂ, നോക്കട്ടെ. ഇത് മാഡം ഇത്രയും നാളും ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഷോളല്ലേ? ഇത് കത്തിപ്പോയാ മാഡത്തിന് സഹിക്കാൻ പറ്റില്ല. കല്യാണം ഇങ്ങ് അടുത്തു, അതിനിടയിലും കൈ ഇങ്ങനെ പൊള്ളിച്ചു വെച്ചല്ലോ നീ. ഇത് പെട്ടെന്നങ്ങ് ഉണങ്ങും. പക്ഷേ ഈ ഷോള് കത്തിപ്പോയിരുന്നെങ്കിൽ ആ മനസ്സിലേൽക്കുന്ന പൊള്ളല് എത്ര കാലം കഴിഞ്ഞാലും ഉണങ്ങില്ലെന്ന് ഈ കല്യാണിക്ക് നന്നായിട്ട് അറിയാം. നിർത്തടി. ആരതി തട്ടം തട്ടിയെറിഞ്ഞ് ഷോള് കത്തിച്ചതും പോരാഞ്ഞ് നിന്ന് അഭിനയിക്കുന്നു നീ. വിലാസിനെ പെണ്ണ് കൈ രണ്ട് പൊള്ളി നിൽക്കുമ്പോ അയ്യോ അതല്ലേ ഏട്ടാ, ഇവിടെ മനഃപൂർവ്വം. നിർത്ത്. ഇനി നീ വാ തുറന്ന പോകത്ത് പോ. കല്യാണി ആദ്യം നീ പോയി മരുന്ന് വെക്ക്. കമല അമ്മയോട് ആ ഡെമോ ഷൂട്ടിന്റെ കാര്യം ഒളിച്ചു വെച്ചതിന് ശേഷം ഞാൻ നിന്നോടാ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് സമയം സ്പെയർ ചെയ്യുന്നത് നിന്നോടാ. ഞാനിങ്ങനെ തുടർന്ന ഞാൻ അമ്മയെ നകന്നു പോകുന്ന എനിക്കൊരു ഭയം. നീ ഒരു സങ്കല്പമായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നീ എവിടെയോ ഒളിച്ചിരുന്ന എപ്പോഴൊക്കെയോ എന്നെ മോഹിപ്പിക്കുന്നൊരു പെണ്ണല്ലേ. മനസ്സ് നിന്നിൽ അഡിക്റ്റ് ആവുന്നൊരു ഭയം. മനസ്സെല്ലാവരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അതുപോലെ ഇഷ്ടപ്പെട്ടവരെ പെട്ടെന്ന് മറക്കാനും. അതുകൊണ്ട് നിന്നെ കാണാതിരിക്കുന്നതാ നല്ലതെന്നൊരു തോന്നൽ. ഐ എം സോറി. നിന്നെ എനിക്കിനി കാണണ്ട ഒരിക്കലും. മോൾ ഉറങ്ങിക്കോ. ഉറങ്ങുമ്പോൾ വേദനയൊക്കെ അങ്ങ് മാറും.
അവളിപ്പോൾ ഉറങ്ങിക്കോളും. ഇനി മുമ്പ് കിടന്നുറങ്ങിക്കും. ഞാൻ പോകുന്നില്ല അച്ഛാ. ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. ഞാനിവിടെ ഇരിക്കാം. കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോഴെങ്ങാനും കൈ എവിടെയെങ്കിലും തട്ടിയ ഭയങ്കര വേദനയായിരിക്കും. സാരമില്ല നീങ്കൂട്ട. മോന് നാളെ സ്കൂളിൽ പോകണ്ടല്ലേ? ചെല്ല്, മുമ്പ് പോയി കിടന്നുറങ്ങിക്കോ. ഇവിടെ അച്ഛൻ നോക്കിക്കോളാം. വേണ്ടച്ചാ, അച്ഛനെ അറിയാലോ. എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഉറങ്ങാതെ കൂട്ടിരിക്കുന്ന ആളാ ചേച്ചി. ആ ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരില്ല. അച്ഛൻ പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. എത്ര ശ്രമിച്ചിട്ടും നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താ ഇങ്ങനെ? നീ ആരാ? എന്താ എനിക്കിങ്ങനെ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദാസേട്ടാ, ആ? അത് കമലയുടെ ശബ്ദല്ലേ? എന്താ ഈ സമയത്ത്? ഇനി മാഡം വിളിച്ച വല്ല ഓട്ടോ പറഞ്ഞു കാണോ? അയ്യോ മാഡം, എന്തു പറ്റി? മാഡം കല്യാണിയെ കാണാൻ വന്നതാ ദാസേട്ടാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പകലത്തെ സംഭവം മനസ്സ് നിറയെ. കല്യാണിക്കിപ്പോ എങ്ങനെയുണ്ട് ദാസേട്ടാ? ഇപ്പൊ ഒരു കുഴപ്പമില്ല മാഡം. കൈയൊക്കെ ഒരുവിധം തണുത്തു തുടങ്ങി. ഇപ്പൊ ഒന്ന് മയങ്ങുക. 2 ദിവസം ആകുമ്പോൾ എല്ലാം മാറിക്കോളും. രാവിലെ അങ്ങോട്ട് വന്ന് മാഡത്തെ കാണാൻ പറയാം. ഈ രാത്രി കഴിഞ്ഞിട്ടല്ലേ നാളെ? ഓർത്തപ്പോ ഈ നിമിഷം എനിക്ക് അവളെ കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സത്യം പറഞ്ഞ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദാസേട്ടന്റെ മോള് ദാസേട്ടന് മുകളിലോ. എന്റെ മനസ്സ് പൊള്ളാതിരിക്കാൻ തീയുടെ ചൂട് അവള് സ്വന്തം കയ്യിലേറ്റുവാങ്ങി. വേണ്ടി വന്ന ജീവൻ വരെ തരുമെന്ന് ഒരിക്കൽ ദാസേട്ടൻ പറഞ്ഞില്ലേ? അതിന്ന് അവള് തെളിയിച്ചു. ഓരോന്ന് ഓർക്കുമ്പോ എന്റെ കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട്.
ഒരിക്കൽ അവള് എന്റെ ഈ താലി കാത്തു. ഇപ്പോ ഞാൻ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വച്ചിരുന്ന ഷോള് അവൾ എനിക്ക് തിരിച്ചു തന്നു. എനിക്ക് തിരിച്ചു കിട്ടിയത് വെറും ഒരു ഷോളല്ല ദാസേട്ട, എന്റെ അച്ഛനെ തന്നെ. അത് ഓർക്കുമ്പോ അവൾ എവിടെയാ കിടക്കുന്നത്? അയ്യോ മാഡം ഇവിടെ ഇരുന്നാ മതി, ഞാൻ അവളെ വിളിച്ചോണത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട ദാസേട്ട, അവളെ ഉറക്കത്തിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണ്ട. പാവം സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കല്യാണിയെ നന്നായിട്ട് നോക്കണം. അറിയല്ലോ, കല്യാണം ഇനി അടുത്തു. ഇനി ഒന്നിനും സമയമില്ല. ശരി മാഡം, നോക്കുന്നുണ്ട്.
സ്വപ്നമായിരുന്നു.